എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ആഴ്ചകളിങ്ങനെ മാസങ്ങൾ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന വേഗതയുടെ കാലത്ത് നമുക്ക് കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവ് കൃപ തരട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ അവസാനത്തെ മിസ്റ്റേക്കാണ് നമ്മുടെ ബെസ്റ്റ് ടീച്ചർ എന്ന് ഒരിക്കൽ ഒരാൾ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കുറച്ചു മുമ്പ് നമുക്ക് പറ്റിയ അബദ്ധമില്ലേ, ആ അബദ്ധം നമുക്ക് ഒരു നല്ല ടീച്ചറാണ്. അബദ്ധങ്ങൾ നമുക്കൊരു ടീച്ചറാണ്. ഓരോ അബദ്ധങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുന്നില്ലെങ്കിൽ അബദ്ധങ്ങളെ പോലും നമ്മൾ പാഴാക്കി കളയുകയാണ്. നമുക്ക് പറ്റിയ അബദ്ധം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനെ അബദ്ധം എന്ന് പറയുന്നതിനേക്കാൾ ഇനി ഒരിക്കലും ആ അബദ്ധം നമുക്ക് പറ്റില്ല. നമ്മൾ പറയാറില്ല നാടൻ ചൊല്ലിൽ, തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച. അപ്പൊ പൂച്ചയ്ക്ക് തിളച്ച വെള്ളത്തിൽ വീഴേണ്ടി വന്നു. എന്തുകൊണ്ടാ? ആ വെള്ളം തിളച്ചതാണോ എന്ന് അറിഞ്ഞില്ല. ഇനി പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. നമ്മുടെ ഒരു അബദ്ധം ബാക്കി എല്ലാ കാര്യങ്ങളെയും ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ്. എന്നാൽ എത്ര തല്ല് കിട്ടിയിട്ട് നന്നാകാത്ത വ്യക്തിയാണെങ്കിലോ, എത്ര പ്രശ്നം അനുഭവിച്ചിട്ടും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ശരിയായ ഓർമ്മശക്തിയിലും ചിന്താഗതിയിലും മുന്നോട്ട് പോകുന്ന ആളല്ല, ഒരു അബോധാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ അബദ്ധങ്ങളെല്ലാം നമ്മുടെ ബെസ്റ്റ് ടീച്ചറാണ്. ആ അബദ്ധങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒന്നാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച എല്ലാ അബദ്ധങ്ങളും അത് ആവർത്തിക്കാനുള്ളതല്ല. അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അതിനോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് ഇനി സൂക്ഷ്മതയോടെ ഒഴിഞ്ഞു മാറാൻ കഴിയും എന്ന് കരുതി ഇനി അബദ്ധം പറ്റില്ലെന്നാണോ? അബദ്ധങ്ങൾ ആവശ്യം പോലെ പറ്റും. എങ്ങനെയുള്ളവർക്ക്? മുന്നോട്ട് പോകുന്നവർക്ക്, കുതിക്കുന്നവർക്ക്, വേഗതയിൽ യാത്ര ചെയ്യുന്നവർക്ക്. ഒന്നും ചെയ്യാതെ ഒരു കട്ടിലേക്ക് കിടക്കുന്നവർക്ക് ഒരബദ്ധവും പറ്റാറില്ല. അവർക്ക് പറ്റുന്നത് സ്വപ്നം കണ്ട് കട്ടിലേന്ന് താഴെ വീഴുന്നതല്ലാതെ വേറൊരു അബദ്ധവും പറ്റില്ല. എന്നാൽ മുന്നോട്ട് കുതിച്ച് പായുന്നവർക്ക് അബദ്ധങ്ങൾ അനവധി സംഭവിക്കും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവർക്ക് അബദ്ധങ്ങൾ പറ്റും. പുതിയ ചുവടുകൾ വയ്ക്കുന്നവർക്ക് അബദ്ധങ്ങൾ പറ്റും. അബ്രഹാമിന്, യാക്കോബിന്, ദാവീദിന്, മോശയ്ക്ക് എല്ലാം അബദ്ധം പറ്റി. മോശ കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് വടി കൊണ്ട് അടിച്ചു. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ടല്ലേ, അല്ലാത്തവർക്ക് അബദ്ധമൊന്നും പറ്റിയില്ലല്ലോ. പത്രോസിന് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയല്ലേ. അവൻ യേശുവിനെ തള്ളി പറഞ്ഞു. എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത്? അവൻ മാത്രമേ അവിടെ ചെന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഓടിക്കളഞ്ഞു. ഗദശമന തോട്ടത്തിൽ വെച്ച് ബാക്കി ശിഷ്യന്മാർ, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും ഓടിയപ്പോൾ ഈ പത്രോസ് യോഹന്നാനും മാത്രമേ ക്രൂശ് വരെ ഉള്ളൂ. അതുകൊണ്ട് പത്രോസ് ക്രൂശ് വരെയില്ലായിരുന്നു, എന്നാലും ആ വിസ്താരണ കോടതി വരെ ഉണ്ടായിരുന്നു. അബദ്ധങ്ങൾ അവൻ ഒത്തിരി സംഭവിച്ചു. അവൻ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണ്. അബദ്ധങ്ങൾ സംഭവിക്കുന്നവർ ലീഡർമാരായിട്ട് മാറും. അബദ്ധങ്ങൾ സംഭവിക്കുന്നവരും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നവരും ഉയർന്ന നേതൃത്വ നിരകളിലേക്ക് കുതിച്ചു കയറും. നിങ്ങൾക്ക് സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി തീർന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെ കർത്താവ് പണിതെടുത്തത് അബദ്ധങ്ങളിലുമാണ്. ദൈവം അറിയാതെ ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. ധൈര്യപ്പെടുക. ആരോടുള്ള പ്രവചനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. കർത്താവിൽ ധൈര്യപ്പെടുക. നമുക്ക് ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. ഇതാ അപ്പോസ്തല പ്രവൃത്തിയിലെ ഈശാന മൂലൻ കൊടുങ്കാറ്റിൽ അകപ്പെട്ടവർക്ക്
അതൊരബദ്ധമായിരുന്നു. പൗലോസിന്റെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് പോയതിൻ്റെ അനന്തരഫലം അനുഭവിച്ചു. എന്നാൽ അതിനെ ദൈവം പൗലോസ് നിമിത്തം ഒരനുഗ്രഹമാക്കി മാറ്റുന്നത്, ഒരു നല്ല എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത്, ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നതാണ് നമ്മൾ ആ അധ്യായത്തിൽ കാണുന്നത്. പൗലോസ് മുഖാന്തരം എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ച് തൃപ്തി വന്ന ശേഷം എല്ലാ ധാന്യങ്ങളും കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞു. അതാണ് 38-ാം വാക്യം. 39-ാം വാക്യം, വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല, എങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു. നങ്കൂരം അറുത്തു, കടലിൽ വിട്ടു, ചുക്കാന്റെ കെട്ടും അഴിച്ചു, പെരുമ്പായി കാറ്റ് മുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി. കടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്നു കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയമുറച്ച് ഇളക്കമില്ലാതെയായി അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവരെ കൊണ്ടുപോയ കപ്പൽ തീർന്നു. കരയുള്ള ഒരു സ്ഥലത്തോട്ട് നോക്കി ഓടിച്ചു കയറ്റി. ഒരു പ്രതീക്ഷയുള്ള ഒരു കരയെ, ഒരു ചെറിയ വെളിച്ചത്തെ കണ്ടു, അതിലേക്ക് ഓടിച്ചു കയറ്റി. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കപ്പലിന്റെ അടിവശം മുഴുവൻ തകർന്നു. ഇനി വെള്ളം കയറി ഇത് തീരുകയാണ്. എന്നാൽ ഒരു മൺതിട്ടയിൽ വന്ന് കയറി നിൽക്കുകയാണ്. ഇത് താന്നു പോകത്തില്ല. അങ്ങനെ അവർ ഒരു ദ്വീപിലേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കരയിലേക്ക് കുറെ ദൂരമുണ്ട്. ആ ദൂരം ഇവർ താണ്ടണം. ദൈവം നമുക്ക് വിടുതൽ തരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവം തന്നെ മുഴുവൻ ചെയ്യുമെന്നാണ്. എന്നാൽ നമ്മുടെ ഭാഗം കുറേ കാര്യങ്ങളുണ്ട്. ദൈവം ഒരു വിടുതൽ തരുമ്പോൾ നമ്മുടെ റോളുകളെല്ലാം നമ്മൾ എടുത്തേ മതിയാവും. ഇതാ കപ്പൽ അടിഞ്ഞ് തകർന്ന് തരിപ്പണമായി ഇതാ ഒരു മൺതിട്ടയിൽ പോയി ഇടിച്ചു കയറിയിരിക്കുകയാണ്. അതും വെള്ളത്തിൻ്റെ ചുറ്റുമുള്ള ഒരു സ്ഥലമാണ്. ഇനി കരയിലേക്ക് ഇനിയും ദൂരമുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഒരു കാര്യമുണ്ട്. നീന്തി രക്ഷപ്പെടാൻ കഴിയുന്നവർ നീന്തി രക്ഷപ്പെടണം. അല്ലാത്തവർ പലകയിലും ഒക്കെ പിടിച്ച് ആ തിരമാലകൾ പോകുന്നതിനനുസരിച്ച് കരപറ്റണം. നീന്താൻ അറിയുന്നവർക്ക് നേരത്തെ കരപറ്റാം. അല്ലാത്തവർ തിരകളാണ് അവരുടെ തീരത്തോടുള്ള യാത്രയെ തീരുമാനിക്കുന്നത്. രണ്ട് തരത്തിൽ യാത്ര ചെയ്യുന്നവരെ നമുക്കവിടെ കാണാം. ഒന്ന്, സ്വന്തമായി നീന്താൻ അറിയാവുന്നവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താം. അടുത്തത്, തിരമാലയെ ആശ്രയിച്ച് തിരമാല എപ്പോൾ എത്തിക്കുമോ അപ്പോൾ കരപറ്റും. രണ്ട് തരത്തിലുള്ളവരുണ്ട്. അങ്ങനെ കപ്പലിലെ നേതൃത്വ നിരയിലുള്ളവർ പറഞ്ഞു, നീന്താൻ അറിയാകുന്നവർ, ഞാൻ ആ ഭാഗത്തേക്ക് വരാം, 43-ന്റെ ഒടുവിൽ, നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഗണ്ണങ്ങളുടെ മേലും ആയി എത്തുവാനും കൽപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. എല്ലാവരും കരപറ്റി. ഒരാൾ പോലും വെള്ളത്തിൽ മുങ്ങിത്താന്നില്ല. നമ്മൾ വിചാരിക്കും കഴിവുള്ളവർക്ക് മാത്രമേ കരപറ്റാൻ കഴിയൂ. ഇല്ല, കഴിവില്ലാത്തവർക്കും ഇതുവരെ വെള്ളത്തിൽ പരിചയമില്ലാത്തവർക്കും എല്ലാം കരപറ്റാൻ കഴിയുമെന്ന് പൗലോസ് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടും, നിങ്ങളുടെ രോമത്തിന് കേടുവരില്ല. എന്നാൽ നീന്താൻ അറിയാൻ പാടില്ലാത്തവർ വിചാരിച്ചു കാണും, ഞങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്, ഞങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴും. ഇല്ല, അങ്ങനെയുള്ളവർക്കും കരപറ്റാൻ കഴിഞ്ഞു. എല്ലാവരും കരയിലെത്തി. നീന്താൻ അറിയാകുന്നവർ, നീന്താൻ അറിയാൻ പാടില്ലാത്തവർ. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു.
പടയാളികൾ തടവ് പുള്ളികളെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. കാരണം ഇവർ ഓടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവരെ കൊല്ലണം. എന്നാൽ പൗലോസിനെ ഓർത്ത് ശതാധിപൻ പട്ടാളക്കാരുടെ ആ പദ്ധതിയെ ഇല്ലാതെയാക്കി. ഒരു പൗലോസ് കാരണം ഒത്തിരി പേരുടെ ജീവൻ രക്ഷപ്പെടുന്നതാണ് അവിടെ കാണുന്നത്. പ്രാർത്ഥിക്കുന്ന, ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവിക വാഗ്ദത്തമുള്ളവൻ ഏതിനകത്ത് കയറിയാലും മറ്റുള്ളവർക്കൊരു വിടുതലാണ്. ഒരിക്കൽ പൗലോസിന്റെ ശീലാസിന്റെ പ്രാർത്ഥനയും ആരാധനയും നിമിത്തം തടവ് പുള്ളികളുടെ ചങ്ങല അഴിഞ്ഞതും നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16 വായിച്ചു. എത്രയോ പേർക്ക് നമ്മളൊരു വിടുതലാണ്, എത്രയോ പേർക്ക് നമ്മളൊരു അനുഗ്രഹമാണ്. ഇതാ, ഇതിനകത്തുള്ള തടവ് പുള്ളികളെ കൊല്ലാൻ പദ്ധതിയിട്ടു. ആ കൂട്ടത്തിൽ തടവ് പുള്ളിയായ പൗലോസിനെയും കൊല്ലും. എന്നാൽ ശതാധിപൻ പൗലോസിനോട് താല്പര്യം കാണിച്ചു. ശതാധിപന് മനസ്സിലായി ഇവൻ നീതിമാനാണ്, ശതാധിപന് മനസ്സിലായി ഇവൻ കൃപയുള്ളവനാണ്, ശതാധിപന് മനസ്സിലായി ഇവൻ ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവനാണ്, ദൈവിക ബന്ധമുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ലോകത്തിന്റെ ജ്ഞാനമുള്ളവൻ എന്നല്ല. ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്നത് കൊണ്ട് കപ്പലിൽ ഒരു ഗുണവുമില്ല. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന ഗുണമാണ് ഈ കപ്പലിനകത്ത് പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ തടവ് പുള്ളികളെ രക്ഷപ്പെടുത്തി ആരെയും കൊല്ലുവാൻ അനുവദിക്കാതെ ശതാധിപൻ ഒരു കാര്യം പറഞ്ഞു: നീന്തി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു നീന്ത്, അല്ലാത്തവർ കപ്പലിന്റെ പൊളിഞ്ഞ പലകയിലൊക്കെ പിടിച്ചു തൂങ്ങി കരപറ്റുക. 276 പേരും രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ കൂടെയുള്ളവരെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. അവരുടെ ഒരു രോമത്തിന് കേടുവരാതെ എല്ലാവരും ഒരു കരപറ്റുവാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. പൗലോസ് നിമിത്തം ഒരാൾ പോലും വെള്ളത്തിൽ മുങ്ങിച്ചത്തില്ല, ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല, വാളിനാൽ കൊല്ലപ്പെട്ടില്ല, വെള്ളത്തിൽ മുങ്ങിച്ചത്തില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. അത് നിത്യരക്ഷയാണോ? അല്ല. ശാരീരിക രക്ഷ, ഭൗമിക രക്ഷ, ഭൂമിയിൽ ജീവിക്കാനുള്ള രക്ഷ. രക്ഷിക്കപ്പെട്ടത് കൊണ്ടല്ല. ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കണം: നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും നമ്മളൊരു അനുഗ്രഹമാണ്. പൗലോസ് ഓർക്കുന്ന ഇതായിരിക്കും: ഞാനൊരു അനുഗ്രഹമാണ് എന്ന് അബ്രഹാമിനോട് പറഞ്ഞ വാക്യമായിരിക്കും പൗലോസിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്, അവർക്ക് ലഭിക്കേണ്ട വിടുതൽ ഞാൻ മുഖാന്തരം ലഭിക്കണം. ഞാൻ എല്ലാവർക്കും ഏതോ ഒരു അനുഗ്രഹം കൊടുക്കുവാൻ, ഞാൻ മുഖാന്തരം വിടുതൽ, ഞാൻ മുഖാന്തരം അനുഗ്രഹം, ഞാൻ മുഖാന്തരം നിത്യജീവൻ, ഞാൻ മുഖാന്തരം പരിശുദ്ധാത്മാവ്, എൻ്റെ കൈവപ്പിനാൽ കൃപാവരങ്ങൾ, എൻ്റെ തൂവാലയാൽ സൗഖ്യം, ഞാനൊരു അനുഗ്രഹമാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. നിങ്ങളൊരു സാധാരണ വ്യക്തിയായിട്ട് ജീവിച്ച് തീരരുത്. എല്ലാവരും രക്ഷപ്പെടാൻ നിങ്ങളൊരു കാരണമാകണം. നിങ്ങളും ഞാനും സമൂഹത്തിലുള്ള എല്ലാവരും രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു തരത്തിൽ, സാമ്പത്തികമായും, കടക്കണിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കുടുംബ പ്രശ്നത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു രക്ഷ കൊടുക്കുവാൻ നമ്മളൊരു മുഖാന്തിരമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നത്തെ ഈ ദൈവവചനം കേട്ട ഓരോ വ്യക്തികൾക്കും അസാധാരണമായ പ്രതീക്ഷകൾ കൊടുക്കണം. ഇവർ പോകുന്നിടത്ത് ഇവർ മുഖാന്തരം അനേക രക്ഷപ്പെടട്ടെ. ഇവരുള്ളത് കൊണ്ട് ബിസിനസ് അഭിവൃദ്ധിപ്പെടട്ടെ. അതിനകത്ത് വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ മാറട്ടെ. ഇവർ മുഖാന്തരം പോകുന്ന ചർച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ മുഖാന്തരം ഇവരുടെ കുഞ്ഞുങ്ങൾ പോകുന്ന വീടുകൾ അഭിവൃദ്ധിപ്പെടട്ടെ. ഇതിലുള്ള പെൺകുഞ്ഞുങ്ങൾ കയറി ചെല്ലുന്ന വീടുകളിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ നിമിത്തം അനർത്ഥങ്ങളെല്ലാം മാറിപ്പോകട്ടെ. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ യേശുവേ ഞങ്ങൾ മുഖാന്തരം ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അവിടുന്ന് ചെയ്യണം യേശുവിൻ നാമത്തിൽ.
ആമേൻ. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. CBSE പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. കുട്ടികളുടെ പരീക്ഷയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ കുട്ടികളുടെ പരീക്ഷകൾ വലിയ അനുഗ്രഹമായി തീരട്ടെ. അടുത്ത പരീക്ഷകളും അടുത്തു വരുന്നു. കുഞ്ഞുങ്ങളെല്ലാം വലിയ പഠനങ്ങളിലാണ്. അവർക്കെല്ലാം വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. മാതാപിതാക്കളെ, അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പരീക്ഷകൾ വിജയമാകട്ടെ. പഠിക്കാനുള്ള അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാകട്ടെ. പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്കോടെ കുഞ്ഞുങ്ങൾ പാസ്സാകട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്ക് വരാതെ കർത്താവിൻ്റെ കാവലിൽ അവരെ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ. മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ, ദയാലുവേ, എൻ ദൈവമേ, എൻ പിതാവേ. മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ, ദയാലുവേ, എൻ ദൈവമേ, എൻ പിതാവേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ. മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ, ദയാലുവേ, എൻ ദൈവമേ, എൻ പിതാവേ. മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ, ദയാലുവേ, എൻ ദൈവമേ, എൻ പിതാവേ. സഭ ചേർന്ന് പാടാമോ? മഹത്വമേ, മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ, ദയാലുവേ, എൻ ദൈവമേ, എൻ പിതാവേ. ഒരിക്കൽ കൂടി മഹത്വമേ, മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ.
വിശ്വസ്തനേ ദയാലു എൻ ദൈവമേ എൻ പിതാ മഹത്വമാം സിംഹാസനം തലമുറകൾക്ക്